ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞണ്ണുക. ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെയല്ല അന്വേഷിച്ചെന്നറിയാവോ? നിങ്ങൾ ആ രാഗം തീയറിന്റെ മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാൻ എവിടെ? ആശാൻ അവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണമെന്ന്. എന്ത് ആശാന് പാന്റാ? സംഗതിയുള്ള തിരക്കിടില്ല. ചേട്ടാ ഇട്ട് നോക്കണോ? ഇതെങ്ങനെ? വേണ്ട വേണ്ട. നിനക്ക് എന്താ വില? കേട്ടാ 275. അയ്യോ, നമുക്ക് മുതലാകുകയല്ല. ഒരു 150 രൂപ വരും. പറ്റുമോ? ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് സാറേ. വേണ്ട, പടാ. ബാ. അത് എത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ. സാറേ വിളിക്കണേ. എന്താ? ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണെങ്കിൽ ഉമ്മക്ക് വേണ്ട. പറ്റുമോ? ശരി, കച്ചവടം നടക്കട്ടെ. പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. വലിയ കടയുടെ ഷോ കണ്ട് കയറിയ അവന്മാർ നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായി? മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി. ഏതായാലും ഒന്ന് കൂശാലായി. പോട്ടടാ. ആശാനോടൊന്ന് പറയണേ. എന്താടാ കവറ കാണണോ? ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഒരാശയല്ലേ ആശാനെ? അതെന്താണെന്ന് അറിയാൻ. ആശാനെ ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂലായി കാണും. അതാ ഇവിടെ ആളില്ലാത്തത്. എടാ, മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. Per head 40 rupees. എന്താ? വാട്ട്? ഒരാൾക്ക് 40 രൂപ. ഓൾ റൈറ്റ്. 4 പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ? ഞങ്ങൾ തരാതെ ഓടി പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട പുല്ല്. വേടാ. ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാനെ. വന്നതല്ലേ ആശാനെ? അതെ, എത്ര? 160 രൂപ അല്ലേ? ആശാൻ തരും, മേടിച്ചോ. ആശാൻ കൊടുക്കുന്നതേ കൊടുക്കുന്നത്. കൊടുക്കും. നല്ല ആശാനല്ലേ? ആശാനല്ലേ? ആശാൻ. അയ്യോ, വേലായുധനെന്ന് പറഞ്ഞാ മതി. ഓ, ആ പിശാചി പിന്നി വന്നോ? റൊക്കി ഇല്ല അവിടെ. അവൻ ഉറങ്ങുവാ. നിങ്ങളുടെ പൊന്നുമൻ റൊക്കി അവിടെ നിന്ന് പൊക്കേ. എന്തിനാ? നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റാണോ? അതെ, 100 ആയുസ ചേട്ടന്. ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ കയറി ഇരുന്നട്ടെ. സൂചിപ്പിക്കലൊന്നും വേണ്ട. പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി? എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ, തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ് തന്നേച്ചാൽ മതി.
എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ, 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നാണല്ലോ വേലാചേട്ടൻ പറഞ്ഞത്. അതെ. ആ, എന്നാ 1.5 ലിറ്റർ പാലുള്ള പശുവിന് ഞാൻ തരും, പറ്റുമോ? അതേ വിലക്കിന്ന്. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ദേ ഇനി എന്നെ പറ്റിച്ചാലിന്റെ വിധം മാറും. ഹോ, അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ആ, ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ള ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. ആ ആ റുക്കിയേ, എടാ എന്തേ? എടാ റുക്കിയേ, എന്താണ്? എടാ റുക്കിയേ, പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ അതിന്റെ കേട്. ഒന്ന് മാറിക്കതള്ളേ, മൂത്ത് നരച്ചു. എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ. എന്റെ കർത്താവേ, ബഹളുണ്ടാക്കാതെ അനങ്ങാൻ നിക്കടി. നാട്ടുകാർ മുഴുവൻ അറിയിക്കില്ലേ നിന്നെ റോക്കി ചേട്ടൻ ഒരു സുന്ദരിയാക്കും. നീ ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ചേട്ടൻ എന്തൊരു ആശ്വാസമായി. നീ വിഷമിക്കണ്ട, ഇത് ബ്യൂട്ടി പാർലറാ. നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. അന്നോ കുട്ടി മോള് വന്നോടി, എനിക്കറിയാം നീ വരുന്ന്. തള്ളയുടെ വിചാരം എന്റെ പിണങ്ങി പോയ കെട്ടിയോള് വന്നു. നീ എന്നാടി മോളൊന്നും മിണ്ടാട്ടെ. അതെ, അന്ന കുട്ടി മോളെന്നും കൊമ്പ് മുളട്ടാ. കൊമ്പ് മാത്രല്ല, 4 കാലും ഒരു വാലും മുളച്ചു. മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. നീ പാട കാണുക. ഏതായാലും ഇത് നന്നായി. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നല്ലോ, അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്കൊന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടലെ തൊടലെ തൊടലേ, തൊടലും പിടിക്കലും ഒക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേടി. വരാൻ ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ പെങ്ങളാ ദമയന്തി. കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടെ നിന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യം പറഞ്ഞത് പൊന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? അതെ, നല്ല അതെ. ചന്തമുള്ള പശു അല്ലേ? വാ. നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്. ദമയന്തമ്മയ്ക്ക് നോട്ടറിയാലോ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ, ഇതുപോലെ എനിക്ക് വേണം. ആഹാ, അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടോ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി, ഇതുമാതിരത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണം ഒത്തോരണം വേണല്ലേ. ഞാനിവിടെ ഇല്ലേ. ബാ 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 മോളെ ബാ ബാ. അങ്ങനെ നമ്മുടെ രവിവർമ്മ ഇല്ലേ, രവിവർമ്മ, പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രമണി ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ,
കണ്ടോടാ? അവിടെ കണ്ടില്ല അച്ഛാ. നീ കെട്ടിയതിന്റെ കുറ്റമാ. ദേ എന്നെ കുറ്റം പറയണ്ട. രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ. മുട്ട വിറ്റ് ചിട്ടി ചേർന്നുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. ഓ, ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഒത്തുണ്ടല്ലോ. ദേ 2 കൊമ്പ്, മുടി പിന്നിട്ട പോലെ വാല്. ആ ഞാൻ ഇവിടെ ഐശ്വര്യായിട്ട് തോറ്റു കൊണ്ടുവരട്ടെ. ബാ. റോക്കി നിൽക്കട്ടെ. വല്ലയിടത്തൊക്കെ നിന്നതല്ലേ, തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം. അതാ അതിന്റെ ഒരു ഐശ്വര്യം. മോനെ ബാബു, ബക്കറ്റിൽ വെള്ളവും ചകിരിയും ഒക്കെ എടുത്തോണ്ട് വാ. ദേ പിടിച്ചേ, എനിക്ക് തിരക്കുണ്ട്. 19 എരുമകളെ കൊടുക്കാൻ നേരിട്ടുണ്ട് ഹോൾസെയിലായിട്ട്. ബാ. ഭഗവാനെ, പുള്ളി പശു എന്താ വെള്ള പശു ആകുന്നത്? കരിയിളകി വരുന്നല്ലോ അമ്മേ. അമ്മേ, നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ? മിണ്ടാതിരിക്കടാ, എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി. ദൈവത്തിന്റെ അല്ല, എല്ലാം മനുഷ്യന്റെ കളിയാ. നോക്കിയിരിക്കാൻ പോയി പിടിക്കണോ? നിങ്ങളാരാ എന്റെ പശുവിനെ തൊട്ടുപോരുത്. എന്റെ പശു നാട്ടിൽ കാണുന്ന നാൽക്കാലികളെയൊക്കെ മോട്ടിക്കാൻ നടക്കുക അല്ലേടി? ദേ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ചെയ്യാമെങ്കിലേ എനിക്ക് പറയാം. പശുവിനെ തൊട്ടുപോരുത്. കാശ് കൊടുത്ത പശുവാ. രൂപ 1500 റൊക്ക എണ്ണി കൊടുത്ത് വാങ്ങിയ പശുവാ ഇത്. എന്റെ പശുവിനെ വാങ്ങാൻ നീ ആർക്കാണ് 20 എണ്ണി കൊടുത്തത്? പശു കച്ചവടക്കാർ റൊക്കിക്ക്. അയാൾ ഇപ്പൊ രൂപ വാങ്ങി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റൊക്കിയോ? അതെ, റൊക്കി. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണ. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ? ഭാഗ്യം, ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടി ലോൽ പെണ്ണേ. ഇവിടെ കിടന്ന ലോറി എന്തി? 2829. നിങ്ങളാരാ? പൂമകളാ? ഹലോ, ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി എന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. മനുഷ്യരോട് തല്ലുകൊടുക്കില്ല. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്തു കളയുന്ന ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്ന ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? കാക്കാം കിളിക്കാം മല്ലയ്യ എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള കൂടുക കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ. എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയിൽ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. അത് ന്യായം. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല. കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചു തരും. മകനെ, ഈ ലോറിയുടെ RC ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം.
വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില് ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ. വെഡ്ബെടി, ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിൽക്കില്ല. എന്റെ ലാറി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ല സാറേ, അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ. ലോറി എടുക്കാം. ലോറി കൊണ്ടുപോകാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയേനു. എന്നാ പേർന്ന് എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. പേര് നെയിം. ഓ ഗൗരി. ഗൗരി സരി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നുവിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല. ആ വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറിക്ക്. പോട്ടെ റൈറ്റ് പോട്ടെ. വലുതും പറ്റിയാ? എടോ കിട്ടുണ്ണി, വെള്ളം ചൂടാക്കി കഴിഞ്ഞില്ലേ? ഞാനിപ്പ അങ്ങോട്ട് കൊണ്ടുവരാം. ഈ വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അയാളെ ഇതില് മുക്കി കാച്ചി വടിക്കണം. ഈ പന്നിയുടെ ഒക്കെ രോമം കളയില്ലേ ചന്തയില്, ആ മെത്തേഡ് ഈ മെത്തേഡ് കിട്ടുന്നേട്ടോയ്. അയ്യോ, ഞാനിപ്പോ പറഞ്ഞത് എന്തെങ്കിലും മോള് കേട്ടോ? എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞാലല്ലേ കേക്കൂ. മോള് എന്തിനാ വിളിച്ചേ? ചിറാപ്പുഞ്ചിയുടെ ഫലം വന്നിട്ടുണ്ട് പേപ്പറിൽ. ചിറാപ്പുഞ്ചിയ? ഗോവ, സിക്കിം, നാഗാലാൻഡ്, കാമധേനു. ആ ചിറാപ്പുഞ്ചി കിട്ടി. മോള് വായിക്കി. 10 ലക്ഷം അവന്റെ അമ്മയുടെ മാരുതി കാറ്. മോള് വായിക്കി. DD 4 9 9 1 ഒരു മിനിറ്റ് ഇട്ട. ഇതുപോലെയാണ് മറ്റേ പെൺകുട്ടി എന്നെ പറ്റിച്ചത്. വായിച്ചത് 7 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. ബാക്കി വായിക്കി. 4 ശരിയാ. എല്ലാം ശരിയാ. ദേ ഇങ്ങോട്ട് നോക്കി. ഇനി ഞാൻ ചെറിയൊരു സൂത്രം കാണിച്ചു തരാം. ഇങ്ങനെ എന്നിട്ട് 10 ലക്ഷം മാരുതി കാറും കത്തണ കത്ത് കണ്ട. പണ്ടെന്ന് ജഡ്ജിയാമാന്റെ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിച്ചത് ഇതുപോലൊരു കുട്ടിപ്പിച്ചാച്ച. ഇനി അത് നടക്കില്ല മോളെ. കിട്ടുണ്ണിക്ക് ഇത്തിരി ബുദ്ധി വെച്ചു. ഇവിടുന്ന് എന്റെ പണി കളയണമെന്ന് മോൾക്ക് എന്താ നിർബന്ധം? ഈ കുട്ടിയുടെ ഒരു കാര്യം എന്റെ ഈശ്വര. DD 4 9 1 7 4 അടിച്ചു മോളെ. കിട്ടുന്നേട്ടാ, ഭഗവാനെ തട്ടിപ്പോയോ? വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് നീ മഫ്ലർ കിട്ടി ഇവിടെ ഇരിക്ക. എടോ കിട്ടുണ്ണി, എന്തേ വെള്ളം ചൂടാക്കിയോ? 10 ലക്ഷവും ഒരു മാരുതിക്കാറും കത്തിച്ചിട്ടാ ഇയാൾക്ക് ഒരു കലം വെള്ളം ഒടുക്കത്തെ കുളിക്ക് ഞാൻ ചൂടാക്കിയത്. അതറിയോ? അടിച്ചു. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഇനിയും അടിക്കും. ഇനിയും അടിക്കോ? ആരാ ബെല്ലടിച്ചെന്ന് പോയി നോക്ക്. അടിച്ചത് ബെല്ലല്ല, ലോട്ടറി. 10 ലക്ഷം മാരുതി പോയി വാതിൽ തുറക്കടോ. നിങ്ങൾ ചില്ലിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ? അപ്പുറത്താണല്ലോ. നിന്റെയൊക്കെ പ്രശ്നം ഇനി ബാക്കിയുണ്ടാ? പോയി കേണല്ലോ വിളിക്കണോ വേലക്കാരാ? എന്താ വിളിച്ച? വേലക്കാരാന്ന്.
എടാ 5 മിനിറ്റ് മുമ്പ് ഞാനൊരു ഇത്തിരി ബുദ്ധിശൂന്യത കാണിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് മൂക്കൊണ്ട് എന്ന് വരപ്പിച്ചാനെ. 2 എണ്ണം കൊടുക്കട്ടെ സാറേ. വട്ടാണോ? അതേടാ, എനിക്ക് വട്ട. അതുകൊണ്ടല്ലടാ അടിച്ചപ്പോ തന്നെ കത്തിച്ചത്. തലയ്ക്ക് സുഖമില്ലാത്തവനാ. ആർക്കാന്ന് പറയടാ. എന്താ വീണ്ടും വല്ല പഴയ പത്രവും തപ്പിയെടുത്തോ? അല്ല, ഒരു സത്യം അറിയാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന പെൺകുട്ടി സാറിന്റെ ആരാ? എന്റെ മകളാ. എന്താ വല്ല സംശയമുണ്ടോ? സംശയം ഇല്ലെങ്കിൽ ഇവന്മാർക്കിട്ട് ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അല്ലാന്ന് ഞങ്ങൾ അങ്ങോട്ട് ബോധ്യപ്പെടുത്തിയാലോ? എന്റെ ഭാര്യ പ്രസവിച്ച എന്റെ സ്വന്തം മോളാ ഇവള്. പച്ചക്കള്ളാണ് നിങ്ങൾ ഈ പറയുന്നത്. പോടാ, അനാവശ്യം പറയാതെ. ഇപ്പോഴെങ്കിലും ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഞങ്ങൾ പോവാ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മോളുടെ യഥാർത്ഥ രൂപം ഒന്ന് വേണമെങ്കിൽ കണ്ടോ. ഞങ്ങൾ പറയുന്ന സത്യം സാറിന് അറിയാം. ഈ കുട്ടി എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. വാടാ. പോടാ. ഒന്നുമില്ല മോളെ, ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. ഞാൻ ആകെ പ്രാന്തി പിടിച്ച് നടക്കുമ്പോഴാ ഇവന്മാരുടെ ഓരോ തട്ടിപ്പും മത്തങ്ങി. ഇങ്ങനെ തന്നെ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. 10 ലക്ഷം ലോട്ടറി കീറൊക്കെ ഞാൻ കീറി കാട്ടി കളഞ്ഞിട്ട് എന്താ ഇന്ന് മൊത്തടിയാണല്ലോ. ഇപ്പൊ എന്തിനാ അടിച്ചത്? ഫോട്ടോ ഇവിടെ കീറിയിട്ടേനെ. ഞാൻ അത് പെറുക്കി എടുത്ത് കത്തിച്ചളയില്ലേ. പോയി വിളിച്ചോണ്ട് വാടോ അവന്മാരെ. ആരെ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ ആ അവരെ. ഓ അതെ, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയി 2 ആളില്ലേ, അവരെ ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ. ഇറങ്ങി പോടോ. കളിക്കരുതട്ടാ, എന്റെ സമനില തെറ്റിട്ടിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചവർ മനസ്സ് മാറി തിരിച്ചു വന്നാൽ അന്വേഷിക്കുന്നത് ഈ ഏരിയയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ വിട്ടിട്ട് പോകാം. கொன்னுடுவேன். என்ன நினைச்சிட்டு இருக்க? படுவா அரஞ்சரா தெரியுமா? குழந்தைய கீழே இறக்கி வச்சுட்டு எங்கடா ஓட பாக்க? சத்தியமாட்டு இது என் குழந்தை இல்ல, இது ரயில்வே டிராக். ஏதோ உன் குழந்தை இல்லையா? என்ன தோள்ல தூக்கிட்டு வந்தது இந்த குழந்தை, கையால கீழே வச்சிட்டு இந்த குழந்தை, இப்போ தரையில இறக்கி விட்ட உடனே குழந்தை இல்லாம போயிடுமா? நான் பறக்க இந்த என்ன குட்டி எல்லாம் நம்ப வச்சுக்காத. എന്നാ ഗലാട്ടേങ്ക? இந்த ന്യായത്തെ കേൾക്കോ സാർ. ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഇവരെല്ലാം കൂടി എന്നെ കള്ളനാക്കിയിരിക്കാണ് സാർ. നിങ്ങൾ മലയാളിയാണോ? അതെ സാർ. ആ വാ വരാൻ. പോങ്ങ എല്ലാം പോങ്ങ വരാൻ പോയ. എന്തൊരു എടാ വേഷം കെട്ടി കയ്യിലിരിക്കട്ടാ. എന്നെ പോലുള്ള ഡീസന്റ് ആയിട്ടുള്ള മലയാളീസിനൊക്കെ നിന്നെ പോലെ ഫ്രോഡ് റാസ്കൽസ് വന്ന് ഇവിടെ ജീവിക്കാൻ വയ്യാതായിട്ടുണ്ട് സാർ. ഞാൻ പറയുന്നത് സത്യമാ. കുട്ടി എനിക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതാ. റെയിൽവേ ട്രാക്ക് എന്ന് തുടങ്ങിയാണ് പ്രസവിക്കാൻ തുടങ്ങിയത്. നാട്ടിൽ കണ്ടിടത്തൊക്കെ ഓടി നടന്ന ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ എന്നെ കുറിച്ച് പറയരുത്. എന്നിട്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. അവിടെ ഒന്നും സ്ഥലമില്ലടാ. ഞാനൊരു പാവമാണ് സാർ, എന്നെ രക്ഷിക്കണം. സാർ ഒരു മലയാളിയല്ലേ? നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ സാർ. കുട്ടി ആർക്ക് വേണം? നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചത്? കയ്യില് കഷ്ടിച്ചൊരു 200 രൂപ കാണും. 200 ഉലുവ. ആ ഉള്ളത് എന്റെ പേഴ്സ് കാണുന്നില്ല സാർ. എടാ മൊല്ലാക്കാനെ നീ ഓത്തു പഠിപ്പിക്കല്ലേ. നാട്ടിൽ നിന്ന് പൈസ ഒന്നും ഇല്ലാതാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? കൊണ്ടായിരുന്നതാ, ആരോ പോക്കറ്റ് അടിച്ചതാ. സംശയം സാർ നോക്കിയതാ. അയ്യോ ദാരിദ്ര്യവാസി. രാവിലെ എന്തെങ്കിലും തടയുമെന്ന് വിചാരിച്ചതാ. ഇന്നത്തെ ദിവസം പോക്ക. ആ പോടാ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം? കുട്ടി എവിടെ ഞാൻ ഇട്ടിട്ട് പോയാൽ നിന്റെ എല്ലാം ഒരു അറ്റണം ബാക്കി ഉണ്ടാവില്ല. ഓടരുത് കള്ള റാസ്കൽ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. കരയില്ലെന്നല്ലേ പറഞ്ഞത്? ഈ കൊച്ചിനെന്താ ചെവിയും കേട്ടൂടെ? ഓ മലയാളത്തിൽ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാനാ? കരച്ചിലിന് തമിഴിൽ എന്താണാവോ? എത്ര തമിഴ് പടങ്ങൾ കണ്ടിട്ടുള്ളതാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ അഴാതമ്മ അഴാതെ. ഇനി തമിഴ് കുട്ടി അല്ലായിരിക്കോ? ഈ മൊട്ടത്തലയും നിറമൊക്കെ കണ്ടിട്ട് മാർവാടി കുട്ടിയാണെന്ന് തോന്നുന്നു. ആ ഹിന്ദി പറയാന്ന് വെച്ചാൽ അതിന് ഞാനവിടെ പോവാനാ. ഹിന്ദിന്ന് കേട്ടപ്പോ കരച്ചിൽ നിർത്തിയല്ലോ. ഹിന്ദി കൊച്ചു തന്നെ വീണ്ടും തുടങ്ങിയല്ലോ. മോളെ കരയാതെ. ഏതെങ്കിലും കുട്ടിയല്ലാത്തവർക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കാം. അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കരയാതെ മോളൂ. എന്താ ഇറങ്ങുമ്പോ എന്നെ കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം?
ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ? വീട്ടിൽ പോടാ. അമ്മാവോ, ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ ഇതുണ്ടാവാൻ പോണത്. താനീ ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പരിചയപ്പെടാലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ, ദേശ സ്ഥലത്ത്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഇയാള് ഗിഫ്റ്റ് വാങ്ങിട്ട് പോവൂ. അമ്മാവോ അമ്മാവോ, ഏരിയ വളരെ മോശമാ. അമ്മ ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കും. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളും. വണ്ടിയിലോട്ട് കയറാൻ, വണ്ടിയിലോട്ട് കയറാൻ. അതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാ മതി. അങ്ങോട്ട് ചെല്ല്, പോണോ? വണ്ടി വിട്. എന്താണോ പേര്? മേനോൻ. എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോടോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണല്ലോ സർക്കസ് മാനേരോ. തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ്മ എഴുതിക്കോ, കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താ കാണിക്കുന്നേ? ഇടോ. അല്ല, മേഡം പറഞ്ഞില്ലേ ഇതായിരിക്കും. തന്നോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ, ഇടോ അത്. വൃത്തികെട്ട. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിലെ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ്? വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. ലീലാമ്മേ, 24 വർഷമായി വിഭാര്യനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാലനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ടിപ്പോ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. മനസ്സിലായി. ലീലാമ്മേ, FIR എഴുതിക്കോ. എക്സ്ക്യൂസ് മീ, എസ്ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ, അത് ശരി. ആരോടത്തെ എസ്ഐ? മറിയാമ്മ സാറാ. ഓ, മറിയാമ്മ. അല്ല, അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ ടി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ്. യൂസ് ചെയ്യും. ആക്ച്വലി ഐ മീൻ, എന്താണോന്ന് പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? അറിയാമയാടോ. ദേ, താൻ പണ്ടേ SN കോളേജിൽ പഠിച്ചിരുന്നപ്പോ
അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ? ഞങ്ങൾ ആരോടും പറയില്ല. അവിടെ പോയി നിൽക്കണം. സോറി, കിളവൻ കേട്ട് ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ? താടിക്കാരനോ? രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ. പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാന്ന്. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല? ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കണൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, FIR എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയാ വീട്ടില് ചപ്പാത്തി സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട്. കാതെ കടിക്കുന്നില്ല. പോ. 1 2 3 4. തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല, വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചേക്കാം. തുടങ്ങിക്കോ. നടന്നോട്ടെ. പെങ്ങളെ, നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയം തുടങ്ങാം. 1 2. അമ്മച്ചി, മറ്റോ പോയാ? എന്ത് ആദ്യം കുന്താണ്ടൊക്കെ മാറ്റ്. ചില താലിബാനിച്ചുകളെ പോലെ. മറ്റോ പോയാ? അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്കുക. അവൻ പോണില്ലേ? അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷമേ അവൻ പോവും. അവൻ ഇവിടുന്ന് പോയില്ലെങ്കിലേ അവനിവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും. വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ, മാനേജർ പറഞ്ഞു നടക്കാൻ കൊള്ളാം. എടാ, അവരുടെ മുമ്പിലേ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരുടെ അടുത്ത് തഞ്ചത്തി നിന്നാ നിനക്ക് വല്ലതും കിട്ടും. അല്ലെങ്കിലേ താമരപ്പൂ പോലെ ഇങ്ങനെ കുളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ, അവനെ കൊണ്ട് ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടൂല. അമ്മച്ചി, അമ്മച്ചി എങ്ങനെങ്കിലും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. എടാ, നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ. ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ, നീ വേഗം ചെല്ല്. അന്ന കൊച്ചമ്മ സുഖമില്ലാതെ കിടപ്പില്ല. ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ, എടാ മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കിടക്കരുതെന്ന്? അറിയാം. അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വായിക്കാനാണ് ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ, അങ്ങനെ മര്യാദ കാണിക്കും. എന്നാത്തിനാ എന്നെ വിളിപ്പിച്ചത്? നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെയും ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ വേണ്ട വച്ചപ്പേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തക്കുട്ടി ഇത്ര കാലം ഇവിടെ നിന്നത്. അറിയാവോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചുതരാം. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ. കംപ്ലീറ്റാ? ആ, ഈ 500 ഏക്കർ തോട്ടം, ഈ ബംഗ്ലാവ്, പുറത്തിറക്കണ പെൻസുകാരും ആ സൈക്കിളും. അതെ. കള്ളത്തിനൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്നാ നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാമാസം തരും. എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ട് വന്നിടത്തിന് എല്ലാം എഴുതി കൊടുത്തില്ലേ? എനിക്ക് മാസം 250 ശമ്പളം. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൾത്താരയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തല പൊട്ടി ചത്തുപോകും. കാത്തോളനെ, ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൾത്താരയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാടാ മാങ്കാണ്ടി. എന്നാ പண்றது? நான் சாக போறேன்டா. എന്നെ വിട്ടിട്ട് പോവാതിരിക്ക. அப்படியா? എന്നാ നീ പിടി വാ. ഒരു ധൈര്യത്തിന്. കയറ് സ്ട്രോങ് ആണ്. എന്താ എന്നാ ആസാനെ, തുണിയെല്ലാം പോറ്റിട്ട് സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ എന്റെ തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്.
കഴുത്ത ഭദ്രമാ പാക്ക വേണ്ട. എന്നാസാനെ എന്നാ പ്രശ്നം? எல்லாம் போச்சுடா. எல்லா சொத்துக்களும் அந்த பொண்ணுக்கும் அந்த புறம்போக்கு பையனுக்கு எழுதி வச்சாச்சு. நான் இனி எதுக்கு வாழணும்? அப்படியா விஷயம்? ஆமாண்டா. அதுக்கு ஒரு வழி இருக்கு. எப்படி ஆனாலும் அந்த பொண்ணுக்கு பாதி சொத்து கிடக்குமே. அது എനിക്കെന്താടാ இருக்கு. എന്താ? அந்த சோம சாரு அந்த புறம்போக்கு. ஆமா ஆமா, அவரு அமெரிக்காவில போய் திரும்பி வரதுக்கு முன்னாலே ஆசான் அந்த பொண்ணுனை காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கிடக்குமே. നടക്കണ കാര്യമല്ല പറയടാ. நடக்காம எங்க போகுது? சின்ன பொண்ணு தானே. ஆகட்டுமே. உங்களுக்கு வயசாയി போச்சா? ஏரியா 45 50. கம்மி பண்ணடா. 60 வயசானாலும் சிங்கம் தான். என்ன இது? சிங்கம். நன்னா இருக்கு. எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் போது அம்மாவுக்கு 16, அப்பாவுக்கு 61. இந்த விஷயம் அம்மாவுக்கு தெரியுமா? அப்ப பரவாயில்ல, நீ விஷயத்துக்கு வாடா மாயண்டி. ஆசானே, என்ன உடம்பு, என்ன மசலி பழமாங்க போல இருக்குது. அழகு அழகு. എന്നാലും அவளை சம்மதிக்கோ? சம்மதிக்க வைப்பேன். எப்படி? அது எனக்கு விடுங்க. நம்ம மந்திரவாதி சாமிக்கிட்டு ஒரு தைலம் இருக்கு. அந்த தைலம் யார் மேலாவது புரட்டினா அவங்க உங்க பின்னாடி நாய் மாதிரி சுத்தி சுத்தி வந்துடும். ഇനിയിപ്പോ സ്വാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും പൊടി കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. நான் வாங்கிட்டு வர்றேன், நீ தைரியமா இருங்கோ. ஆனா எனக்கு ஒரு சத்தியம் பண்ணணும். എന്നടാ? நீங்க அந்த சோஃபியா பெண்ணை கல்யாணம் செய்தா நான் தான் உங்க எஸ்டேட் மேனேஜர். സമ്മതിച്ചു. அப்படி சொன்னா பத்தாது, கையாலே அடிச்சு சத்தியம் போடணும். கையால? ஆமா. ஐயோ സത്യം സത്യം. മൂന്നാഴ്ച ഇനിയോണ്ട് വേണമാ? போதும் போதும் போதும். ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ? அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டிங்க சேஃப்டியா இருக்கும். ஆசானே கிடைச்சாச்சு. ஆசானே புடி 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 கிடைச்சாச்சு. തൈലം കിടച്ചാച്ചാ? காடல் தைலம் கிடைச்சாச்சு. അപ്പാ വാ. അതെ, വെള്ളം ഒഴിച്ചു കുടിക്കണം, പാലൊഴിച്ചു കുടിക്കണം? அப்பா அப்பா குடிக்காதுங்க. இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும். അത് തപ്പ്. ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുമ്പോ കുളിമുറിനകത്ത് കയറാനും ഒളിഞ്ഞു നോക്കാനൊന്നും എനിക്ക് ഡീസൻസിക്ക് പറ്റില്ല. അതൊന്നുമേ വേണം ആസാനെ. கொஞ்சம் தைலம் ஊத்தி அப்படியே அந்த பெண்ணு கை மேலே கை காமிக்க டச் பண்ணியா போதும். അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില് കൊഞ്ചം കൂടി ഊത്തട. கல்யாணத்துக்கு இது போதும். സ്വത്തുക്ക്? ஓ சொத்துக்கு. കാതൽ പണം, കാതൽ പണം. அப்படி ஒரு படம் இருக்கா? പടമല്ലടാ, മണം. ಏಯ್ ಮಾತುಟಿ, ಏನು ವಿಶೇಷ? നല്ല ವಿಶೇഷം. ಸೋಫಿಯಾൾക്ക് ಒಂದು ಲೆಟರ್ ದಾರೆ. സോഫിയക്ക് ലെറ്ററാ? വേണ്ടി ഞാൻ കൊടുക്ക മാട്ടെ. കടലിക്ക് ആവത്തുതാ? പെടലിക്ക് എന്ത് പറ്റി? കടലിക്ക് ആവത്തുതാ? ഓ, കത്ത് കൊടുക്കാം. കൊടുക്കാം. വേണ്ടി കണ്ടോടാ, അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഉടയമ്പരം കൊണ്ടുവന്നതാ. நான் சொல்லல, இன்னையில இருந்து உங்களுக்கு தீபாவளி. ദീപാ வலி வலி. ഇതെന്താ കുതിരക്ക്? കുതിര പിന്നാലെ വരുന്നത്? ஐயோ ஆசானே, நீங்க அந்த தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ, അല്ലെങ്കിൽ കത്തിയത്താവൂലേ? ஐயோ, பொண்ணு மேல தேய்க்க சொன்ன தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ. அப்ப குதிரை குங்க மேல காதல் வருவ. അയ്യോ, കുതിരയുടെ കാതൽ പണ്ടുമാ. അയ്യോ, കുതിര. അയ്യോ, അയ്യോ. ஆசானே ஓடாசானே. അയ്യോ, കുതിരക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഓടുന്നേ? ഞാൻ സോഫിക്ക് ഒരു കത്തേറാൻ വന്നതാ. അതിനെങ്ങനെ? എന്റെ മാതാവേ! മായാണ്ടി, എന്തൊടുക്കുന്ന തൈലോടാ? ஆசானே ஒளிஞ்சோடாது, ஸ்ட்ரைட் ஓடு. ഇല്ല, രക്ഷപ്പെട്ട്. എന്റെ അമ്മേ. അയ്യോ, അയ്യോ, അയ്യോ. അയ്യോ, അയ്യോ, രാമൻ, അയ്യോ, രാമൻ, രാമൻ, അയ്യോ, 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 എന്നെ രക്ഷിക്കണേ.
മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ. ആ ജന്തു എന്നാ കാതൽ കിസ് ടൈറ്റാനിക് മാതിരി ഇരുന്ന് ഐശ്വര്യമായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട, കവലെ നീ ഓട്ടോ പിടിച്ചു തരാം. ഓ, എന്തോന്ന് ടെൻഷൻ. മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തലേ? എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം വൈദ്യരാണോ? ശിവനാണല്ല. തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോൾ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽപ്പട്ടിയെ പോലെ എന്ന് ഞാൻ ഉണ്ടാവും. എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. ദശമൂലം പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? കണ്ടുപിടി. ഹലോ ഡോക്ടറെ, നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കാണില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ? പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വാങ്ങിയത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്കുക. അവല്ല ഹോക കേളു. ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കും. മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാക്കൽ വാ. നീ ഒരു കാതൽ മല്ലയ്യ തന്നടാ. അപ്പൊ പോട്ടെ. എങ്ങാനും വന്ന എന്റെ ശവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്ന? പിന്നെ കണ്ടോന്നോ? കണ്ടല്ലേ? ഞങ്ങള് കാര്യവും പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞ് പുറകെ നടന്ന് തന്റെ മുട്ടുകാൽ തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. പിന്നെ നിങ്ങക്ക് താല്പര്യമില്ല, ഞാൻ ഇനി നടക്കുന്നില്ല. പോരാ. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. ഇതാ വരുന്നേ. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരനോട് ഭയങ്കര പ്രേമോ. ആ കാട്ടാപ്പള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെയൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. നിങ്ങൾക്ക് ചുളിവില് കുറച്ച് കാശും കിട്ടും, ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റും ആവും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അത് ഞങ്ങളുടെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് ആണെന്ന് കൂട്ടിക്കോ. എന്നാലും പോലീസ് സ്റ്റേഷന്റെ പെരുപ്പുറത്തൊക്കെ കേറുകയെന്ന് വെച്ചാ ഓ, ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്തിയാനി. ഇനി കുളിച്ചു കയറല്ലേ നല്ലത്. ആദ്യം നിങ്ങൾ പെരുപ്പുറത്ത് കയറാൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നു കുളിച്ചു കയറാൻ. ശരിക്കും ഞാൻ എന്താ ചെയ്യണ്ടേ? രാമായണം മുഴുവൻ കേട്ടിട്ട് കൃഷ്ണൻ ബ്രൂസ്ലിയുടെ ആരാണെന്ന് ചോദിച്ചതുപോലെ ആയല്ലോ ഇത്. ഇനി ഒന്നും ആലോചിക്കണ്ട, പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ. പുറപ്പുറത്ത് കയറാൻ കോണിയും എറിയാൻ ഡമ്മി ഓടും റെഡി. ബാക്കിയൊക്കെ നിന്റെ അഭിനയം പോലെ ഇരിക്കും. എന്നാ പിന്നെ കാശിന്റെ കാര്യം കൊടുക്ക്. ഓ, പെരുപ്പുറത്ത് കയറാൻ 1000 ഉലുവയോ? കാർത്തിയാനി, നീ ആർത്തി കാട്ടാതെ പോ. പരിപാടി ഗംഭീരായ സംഭാവനയും ഗംഭീരാവും. എന്തെങ്കിലും പ്രശ്നമാവോ സാറേ? ഈ തൊപ്പി തെറിക്കോ? അർഹതയുള്ള തലയിൽ പോയി ഇരിക്കട്ടോ ഈ തൊപ്പി. ഇല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്ക്. എടോ പോലീസുകാരാ, ഇവന്റെ ചേട്ടന് കൊമ്പത്താ പിടി. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോ. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ ലൈനായില്ലേ? എനിക്ക് താഴേക്ക് ചാടണം. ഇല്ല, ഞാൻ ഇറങ്ങില്ല. എനിക്ക് ചാടണം, എനിക്ക് ചാടണം. ഞാൻ ചാടും. ഞാൻ ഇപ്പൊ താഴേക്ക് ചാടും. പെങ്ങളെ, സ്മൈൽ പ്ലീസ്. ഓ, ചിരിച്ചു. ഇറങ്ങി വാടി ഇവിടെ. ഇല്ലാത്ത കേസിൽ എന്നെ പിടിപ്പിച്ചതാ. എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ഇപ്പൊ ചാടും. ഓ സഹോദരന്മാരെ, ആ പാവം കുട്ടിക്ക് ചാടാൻ ഇത്തിരി സ്ഥലം കൊടുത്തേൻ. പോലീസുകാരാ, ഇത്തിരി കട്ടിയും കല്ലും ഇവിടെ പെറുക്കിട്ടേൻ. ആ പാവം കുട്ടി തല കുത്തി വീഴട്ടെ. എടി കള്ളി, ഇറങ്ങി വാടി. കള്ളി നിന്റെ അമ്മ. അമ്മയ്ക്ക് പറഞ്ഞ പല്ലടിച്ചിളക്കും ഞാൻ. എന്നെ അങ്ങോട്ട് കയറി വാടോ. ആഹാ, കേറരുത്. എനിക്കിനി ഒന്നും നോക്കാനില്ല. അങ്ങനെ പറയാതെടി, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ആഹാ,
കേറണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എറിയും. അത് ഡമ്മിയാടാ, കുഴപ്പമില്ല കുഴപ്പമില്ല. ആകെ കുളമായെന്നാ തോന്നുന്നേ. എസ് ഐ അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ തറക്കണം. അത്രല്ലേ ഉള്ളൂ, ഇപ്പൊ ഇറങ്ങാതെ. മതി, ഇറങ്ങി വാ. നീ പോടാ. എന്താണ്? അതെ, എടുത്തിടത്തോളം മതി. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അവളെങ്ങനെ താഴെ ഇറക്കുക? നീ വാ. എടി കാർത്തിയാനി, 10 100 വേണമെങ്കിൽ കൂടുതൽ തരാം. നീ താഴേക്ക് ഇറങ്ങ്. നീ പോടാ. നീ പോടാ. കാർത്തിയാനി, നീ തമാശകളാ. ദേ ഇങ്ങോട്ട് ചാട്. ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചോളാം. ആഹാ, അങ്ങനെ പിടിക്കോ? ചേട്ടാ, അവൾ ഓടെടുത്തു. നീ പേടിക്കണ്ട, അത് ഡമ്മിയടാ. എന്നെ ഇത് ആദ്യം പിടിക്കേ. അയ്യോ, ഡമ്മിയല്ലടാ, ഒറിജിനലാ ഇത്. ഇത് നമ്മുടെ കൈ വിട്ട് പോയെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ വലിയ ഇതെങ്ങനെയാണ് നീ ഇതിന് മുടി കയറിയത്? ഞാൻ കേറിയതല്ല, ഈ മത്തങ്ങത്തലി ഈ ചക്കര കൂടി പിടിച്ച് കയറ്റിയതാ. നീ അല്ലടാ 1000 ഉലുവ തന്നിട്ട് മോളി കയറാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കുട്ടി കേട്ടു ഞാൻ. എന്റെ പൊന്ന് സാറേ, ഇതെന്റെ പെങ്ങളാ. ഇവക്ക് വട്ടാ. ആണോ? ആ, നമുക്ക് മുങ്ങാം. എടി കാറ്റേലി, നീ കൂടെ ഇറങ്ങി വാ. ഇറങ്ങി വരാൻ. എനിക്ക് താഴേക്ക് ചാടണം. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇല്ല, ഞാൻ ഇറങ്ങില്ല. പറയുന്നത് കേൾക്ക്, താഴോട്ട് ഇറങ്ങി വരാൻ. എനിക്ക് എ വണ്ടർഫുൾ പ്രോഗ്രാം. ഒരു എക്സ്ക്ലൂസീവ് ടെലികാസ്റ്റിന് പറ്റിയത്. താങ്ക് യു സർ. പക്ഷെ ഇതിനേക്കാൾ വണ്ടർഫുൾ ആയ മറ്റൊരു പ്രോഗ്രാം എനിക്ക് കിട്ടി. മിസ് മായ തയ്യാറാക്കിയത്. ഞാൻ തയ്യാറാക്കിയതോ? അല്ല, ഞാൻ തയ്യാറാക്കിയതാ. സാധനം ഡൈനാമിറ്റാ. അതിന്റെ ക്രെഡിറ്റ് മായയ്ക്ക് ഇരിക്കട്ടെ എന്ന് കരുതി. മായയുടെ ക്രെഡിറ്റ് എന്റെയും കൂടെ അല്ലേ. എന്നായാലും നമ്മൾ ഇവിടുത്തെ സ്റ്റാഫായി കഴിയേണ്ടവരല്ലേ. കണ്ടോടാ, ഞാൻ നേരിട്ട് കാണുന്നതിൽ സുന്ദരനല്ലേ. നോക്കി, നിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല. ഇവളുണ്ടായതില് എന്ത് പണ്ടാറ പ്രോഗ്രാം ഇവര് കവർ ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ചുളിവില് കുറച്ച് കാശും കിട്ടും, ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റും ആവും. ഒരു പക്ഷി 2 പക്ഷി. ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്തിയാനി. കുളിച്ചു കയറിയല്ലേ നല്ലത്. ആദ്യം നിങ്ങൾ പെരുമ്പുറത്ത് കയറാൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നു കുളിച്ച് കയറാൻ. ചേട്ടാ, ഇതാ GM എങ്ങാനും പറഞ്ഞാലോ? ആ GM തെണ്ടിയോട് പോവാൻ പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. മായയും വയറ്റിലെയും നിങ്ങളുടെ പ്ലാനിങ് എങ്ങനെയും മനസ്സിലാക്കി ഇത് ഷൂട്ട് ചെയ്ത് എന്നെ കാണിച്ചത് ഭാഗ്യം. അതിപ്പോ ഇവര് ഷൂട്ട് ചെയ്ത് കാണിക്കാതിരുന്ന പോരെ. യു ഷട്ടപ്പ്. താൻ എന്തിനാ ഇതൊക്കെ കൂട്ടുന്നത്? അതെങ്ങനെ? തന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. സുബോധത്തോടെ ആയിരിക്കില്ലേ ചെയ്തത്. മദ്യപിച്ചു കഴിഞ്ഞാൽ തനിക്ക് പല പല തോന്നലുകളാ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇതുപോലെ ഇനി എന്തെങ്കിലും ആവർത്തിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു വിടും. സാറ് കൂടുതൽ വരട്ടൊന്നും വേണ്ട. പറഞ്ഞു വിടുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു വിട്. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടുവന്നാലും ഞാൻ എന്റെ കുടുംബം പുലർത്തുന്നത്. നിർത്തോ. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. താങ്ക് യു സർ. മാറിയകടി. എന്താടാ കളിക്കുക? അടിച്ചതിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റി. വളരെ സൗകര്യമായി. അല്ലെങ്കിൽ എന്റെ മോന്തയുടെ ഷേപ്പ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ. ഈ സ്ഥാപനം നിന്റെ തന്തയുടെ വകയാ. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. തന്തയ്ക്ക് പറഞ്ഞോ. പക്ഷെ എന്നെ ഒന്നും പറയരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ ആ GM-ന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ. ആ GM എന്നെ മൂക്കി പിടിച്ച് വലിച്ചു കയറ്റോ? എടാ, ഇവിടുന്ന് പോയാ ഒരു 100 ചാനലുകാരുണ്ട് എന്നെ കൊത്തിക്കൊണ്ടു പോകും. 100 ചീനല് ഈ ഉശിരൊന്നും GM-ന്റെ മുമ്പിൽ കണ്ടില്ലല്ലോ. കാണിച്ചു തരാടാ. ആരടാ ഈ GM? ഇപ്പൊ ഇവിടുന്ന് ടൈം കെട്ടി ഇറങ്ങിപ്പോയല്ല ആ ചെറ്റ. കുറെ നാളെ അവന് രണ്ട് കൊടുക്കണം വിചാരിച്ചിട്ട്. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്താ? എന്താണോ? എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം.
ഈ ജോലി പോയാൽ ഞാനും എന്റെ ഭാര്യയും 4 കുട്ടികളും പട്ടിണിയിലാവും. ആ പുതിയ ട്രെയിനികളുടെയും ബൈക്കുകളുടെയും മുന്നിൽ വെച്ച് സാറ് അങ്ങനെ പറഞ്ഞപ്പോ സങ്കടം കൊണ്ടാ ആ വിവേകമൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല. കാല് പിടിക്കാൻ ഞാൻ. എന്നെ രക്ഷിക്കണം. അതുകൊള്ളാമല്ലോ, എനിക്ക് കിട്ടിയ പുതിയത്. പിന്നെ വേല ഇറക്കാം, ഇത് എനിക്കായിട്ട്. എന്റെ പഴവങ്ങാടി ഗണപതി, ഇയാള് നുണ പറയുന്ന കേട്ടില്ലേ? എന്തൊരു കഷ്ടം. താനല്ലേ നുണ പറഞ്ഞത്? ഞാൻ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. എന്താ നട റോഡിൽ ഒരു ഒന്നുമില്ല, എന്റെ അമ്മാവനാ. വളരെ കാലമായി കണ്ടിട്ട്. ഞാൻ അമ്മായിയുടെ വിശേഷം നുണ പറയുവാ. എനിക്ക് ഇവിടുന്ന് ഒരു പൊതി കിട്ടി, അത് ഇവൻ തട്ടിപ്പറിച്ചു. പൊതിയോ? നോക്കട്ടെ. വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ ആയിക്കൊള്ളാം. പൊതു ദർശനത്തിന് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളാവണ്ട സാറേ, എന്നെ ഒന്ന് സഹായിക്കണം. അതെ, അതുകൊണ്ടാ എനിക്ക് സമയമുണ്ടായിട്ടല്ല. സമയമില്ലാത്തവൻ പോണേ. അങ്ങനെ പോവല്ലേ കുഞ്ഞെ, ഇതൊരു തീരുമാനമാകണം. അല്ലെങ്കിൽ ഞാൻ ഇടപെടാം. ഇടപെടണ്ട. ഇടപെട്ട് പോയി. ഇടപെട്ടെങ്കിൽ ഇടപെടരുത്. ഇടപെടാൻ പാടില്ല. മൈ ഗോഡ്, ഗോൾഡ് ചെയിൻ. അയ്യോ, ഇത് പോലീസിൽ ഏൽപ്പിക്കേണ്ട കേസ്. വേണ്ട, അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എങ്കിൽ 2 പേർക്കും പകുതി. എങ്കിൽ ചെയിൻ എനിക്ക്, പകുതി കാശ് ഇയാൾക്ക് കൊടുത്തോളാം. അല്ല, അമ്മാവന് കൊടുത്തോളാം. അത് പറ്റില്ല. സ്വർണ്ണം എനിക്ക് വേണം. പകുതി പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തേ. അത് നടപ്പില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ആദ്യം ഈ ചെയിനിന്റെ വില എത്രയാണെന്നറിയാം. എന്നിട്ട് തീരുമാനിക്കാം. അപ്പോ കല്യാണത്തിന്റെ ഒരു 4 ദിവസം മുമ്പ് പണ്ടങ്ങളൊക്കെ റെഡി ആയിരിക്കണം. നിങ്ങളെ ദൈവം കൊണ്ട് എത്തിച്ചതാ ഇവിടെ. നമ്മളെ ഏൽപ്പിക്കുന്ന പണി നമ്മൾ വൃത്തിയായി ചെയ്തു തരും. സംഗതി ബിസ്ക്കറ്റാ, ഒന്ന് ഒതുക്കി കൈകാര്യം ചെയ്യണം. അതൊക്കെ നമുക്കറിയാം. അപ്പളേ നമുക്ക് പോയിട്ട് ഓരോ സ്മോൾ അടിച്ച് വരിക. അതിനിവിടെ ആളില്ലാതെ. അതിനെന്തിനാണ് ഇപ്പൊ ഇവിടെ ആള്? അട ഓർമ്മ നടക്കുന്നുണ്ടെങ്കിൽ ഭീമാ ജ്വല്ലറല്ലേ, ചാക്കണക്കിൽ പൊന്നും കെട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരികയെ. എന്റെ കർത്താവേ. വന്നട്ടെ തട്ടാരെ ഒന്ന് തൂക്കണം. തൂക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇയാൾ ആര്? സുപ്രീം കോടതി ജഡ്ജിയോ തൂക്കാൻ? പ്രശ്നാക്കണ്ട. ഇതിന്റെ തൂക്കം അറിഞ്ഞിട്ട് വേണം ഇവരുടെ ഒരു പ്രശ്നം തീർക്കാൻ. ആരുടെ പ്രശ്നം? ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം. ഇവർക്ക് എന്താ പ്രശ്നം? ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നമുണ്ട്. ഒരു പവന് 1 ഗ്രാം കുറവുണ്ട്. ഇപ്പൊ എന്താ ഉണ്ട് വില? 2400 രൂപ. ഇതിനെന്ത് കിട്ടും? അപ്പോ 300 പോയിട്ട് 2000 രൂപ. അത്രേ ഉള്ളൂ. 2000ന്റെ പകുതി 1000 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. അത് വേണ്ട, 1100 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. നിങ്ങൾ തമ്മിൽ വഴക്കും വയ്യാവലിയൊന്നും വേണ്ട. ആ സ്വർണ്ണമാല ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ അതിന് 2200 രൂപ തന്നേക്കാം. ഇത് വലിയ മെനക്കെടായല്ലോ. തട്ടാർക്ക് ജോലി ചെയ്യണ്ടേ? നിങ്ങളൊരു ധാരണയിൽ എത്തണം പ്ലീസ്. നിങ്ങളുടെ പേരെന്താണ്? സുഗുണൻ. മിസ്റ്റർ സുഗുണൻ, ഒരു 1000 രൂപ ചെയിൻ. അത് വേണ്ട, 1000 രൂപ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. അങ്ങോട്ട് കൊടുക്കണം. എന്നാ പിടി. എനിക്ക് എന്തെങ്കിലും തരണേ. അയ്യോ പാവം തട്ടാര്, തൂക്കിയ ആളല്ലേ. ഒരു 25 റുപ്പീസ് കൊടുക്കണം. കൊടു ഇയാളും തരാൻ പറ. നിങ്ങൾ കൊടുക്കണം. പോട്ടെ. ഓക്കെ, തട്ടാരെ. കോൾ അടിച്ചില്ലേ? സന്തോഷമായല്ലോ. പോയട്ടെ. എനിക്ക് തന്നെ. എന്നാ പിടി. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. 5 രൂപക്കുള്ള മുക്കുപണ്ടം കൊണ്ട് 1000 പൊൻപണം വീണ് കിട്ടി. വായറക്കണം നശിപ്പേ. നമുക്ക് പലിശക്ക് പണം കടം കൊടുത്താലോ? ബ്ലേഡ്. ആൾക്കാരെ പറ്റിക്കുന്ന പണിക്ക് ഞാനില്ല. ഞാൻ എന്റെ ഐഡിയ പറയാം. തൊഴിലില് നമ്മളെ സഹായിക്കുന്ന പോലീസുകാർക്ക് കൊടുത്താലോ? അത് പണ്ടായിരുന്നു. പോലീസുകാർ ഇപ്പൊ 10 പൈസ കൈക്കൂലി മേടിക്കില്ല. അതറിയോ നിങ്ങക്ക്? എന്താലേ നമുക്കൊരു ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിട്ടാലോ? അടിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ. എന്തിനാ ഗോഡൌൺ? ഒരു വീടായിക്കൂടെ, ഒരു ഓഫീസറും കൂടിയിട്ട്. ഓഫീസ് എന്തിനാ? നമ്മളെ കാണാൻ വേണ്ടി പോലീസുകാർ എടുത്തില്ലേ, ഓഫീസേഴ്സ്. അവരെയൊക്കെ സ്വീകരിച്ചിരുത്താൻ. എടുത്ത മണ്ടത്തരെ പറയൂ. നമുക്ക് പെറ്റീഷൻ എഴുതണ്ടേ? അതിനാ ആശാനെ, ആശാൻ പറഞ്ഞതുപോലെ തന്നെ ആവണം. ആദ്യം ഒരു വീട്,
സെറ്റപ്പ് ചെയ്യാം. വാടക വീട്, കിടപ്പാടമാണ് പ്രധാനം. ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ലാന്ന്, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല. ഓഹോ, അപ്പൊ നീ മല്ലയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പം മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാര് എണ്ണൻ പിള്ളേ? ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ട് പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ, അത് വേണ്ട. എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാടാ തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലേ മുതലാളി? ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്ക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ നിന്നെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ വന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു. നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണം. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവൻ ആ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്താൻ. ചില സമയത്ത് സത്യേക്കാൾ വലുതാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ? കട്ട്കൊണ്ട ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിക്കുമോ? അയ്യോ, ഞാൻ മര്യാദക്ക് നിക്കുന്നേ. പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ആശാനെ, എന്താടാ കനിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കാണിച്ചൊരു വരട്ട് തരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തം കുറിച്ച് തന്നു. അതിന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്തു പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. മണി എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും. വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമോ നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്ക് മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ അമ്മയാക്കൾക്ക്. ശവം മാറി.
നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കളിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ശരിക്കില്ല. നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോ ക്ഷമിച്ചിരിക്കണോ. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ ദേ അവൻ. എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ, എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങോട്ട് മാറുക, നിൽക്കുക. വല്യമ്മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യമ്മാമേ, വല്യമ്മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യമ്മാമ, സ്നേഹമുള്ള വല്യമ്മാമ. 5 വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ അതാ എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുന്നു. ഓരോന്ന് കഴിയുമ്പോൾ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 100-500 കിലോമീറ്റർ അപ്പുറത്തുണ്ടാ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് തടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചവ് മോഷ്ടിച്ചത്. അതച്ഛൻ പറഞ്ഞോ? പണിക്കരട്ട് ചെന്ന ബാസുനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. അത് ഇതാരെ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നേ. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാ കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വിട്ടു പോവാൻ വയ്യേ. ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ
തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ലണ്ടല്ല, നിന്റെ സ്റ്റുഡിയോ. പറഞ്ഞോളൂ. നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വാസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വിട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്ന് കിടക്കുക. ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തട്ടും. അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേര വാസു എന്നാ വിളിക്കുന്നേ. ചെറിയാനെ, നിങ്ങൾ ആ ഡ്രൈവറെ വിളിച്ച് കാർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോളി, നമ്മളങ്ങ് വലിഞ്ഞേക്കാം. ആരൊക്കെയായി വന്നിരിക്കുന്നത്? വരി വരി വരി. ഇത് ജോർജ് ചെറിയാൻ IAS, ബോഡി ചെയർമാൻ. താനൊന്ന് അപ്പുറത്തോട്ടിരിക്കേ. ഇരിക്കേ. പോലീസുകാരാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല ചപ്പളാച്ചി കോൺസ്റ്റബിൾമാരുമായിരിക്കും. എവിടെ ഇന്ദിരക്കുട്ടി? സോറി മിസ്റ്റർ മൂസ, ഞങ്ങൾ പിക്നിക്കിനല്ല, എൻക്വയറിക്ക് വന്ന. മൂസാക്കാനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ തന്നെ കാണാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ ബുദ്ധിമുട്ടിലായില്ലല്ലേ? പരിചയപ്പെട്ടില്ല. പരിചയപ്പെടാം. ഞാൻ അബൂട്ടി, ഒരു ചപ്പളാച്ചി SI. അപ്പൊ നമ്മുടെ സ്വന്തം ആളാ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. പക്ഷേ നമ്മുടെ സ്വന്തം ആളല്ല. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളി. ഞങ്ങൾക്കറിയേണ്ടതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തിരുമുൽപ്പാട് അദ്ദേഹത്തെ കുറിച്ചാണ് ഞങ്ങൾക്കറിയാം. തിരുമുൽപ്പാട് അന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ ആരെങ്കിലും ഇവിടെ വരികയോ എന്തെങ്കിലും ഫോൺ കോൾസ് അദ്ദേഹത്തിന് അങ്ങനെ വല്ല ഓർക്കുന്നുണ്ടോ? ആരും വന്നിട്ടില്ല, ഫോണും വന്നിട്ടില്ല. നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ പറയണം. എനിക്കറിയില്ല. ഫോൺ വന്നു എന്നാണല്ലോ ഇവിടെ ആരോ പറഞ്ഞത്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ചിലപ്പോ വന്നു കാണും, ചിലപ്പോഴല്ല, വന്നു. ഇതുപോലൊരു വലിയ പ്രോജക്ട് എഞ്ചിനീയർ ആകുമ്പോ ഫോൺ വരും. വന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മിക്കാൻ മൂസാക്കാണോ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ? അല്ല, ഇവിടെ ആരോ പറഞ്ഞു കേട്ടതാ. നിങ്ങൾ ഒരുപാട് കള്ളം പറയുന്നുണ്ട്. അയ്യോ, കള്ളമല്ല, സത്യം. കറണ്ട് പോയി. നോണ പറഞ്ഞാലും കറണ്ട് പോകും. ഇവരെ പോലുള്ളവരാണ് നമുക്കിപ്പോ ഒരു സഹായം. ഇവരിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോ കറണ്ട് വാങ്ങുന്നത്. യൂണിറ്റിന് 2 രൂപ 40 പൈസ വെച്ച്. നമ്മുടെ 2 ജനറേറ്ററുകളും കേടായിട്ട് മാസങ്ങളായി. തിരുമുൽപ്പാടിനല്ലാതെ അതിന്റെ ടെക്നിക്കൽ നോഹവ് വേറെ ആർക്കും ഒട്ട് അറിയത്തില്ലതാനും. ഈ 2 ജനറേറ്റർ ഒരുമിച്ചാണോ കേടായത്? അല്ല, 4 ജനറേറ്ററുകളും ചുറ്റു ബേസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഒരെണ്ണം കേടായപ്പോ രണ്ടാമത്തത് ഫുൾ ടൈം ഓടിക്കേണ്ടി വന്നു. അങ്ങനെ അതും കേടായി. 1.5 മാസം കഴിഞ്ഞപ്പോ മൂന്നാമത്തത് നിന്നു. ബാക്കി ഒരെണ്ണം കൊണ്ട് ഓവർലോഡ് വലിക്കുക, അല്ലെങ്കിൽ കേരളം ഇരുട്ടിലാവും. ഇപ്പൊ ഇരുട്ടിലല്ലേ? അങ്ങനെ ചോദിച്ചാ ഇരുട്ടിൽ തന്നെ. എത്ര കാലമായി ഈ പവറോണിൽ നിന്ന് നമ്മൾ കറണ്ട് വാങ്ങാൻ തുടങ്ങിയിട്ട്? 3 മാസത്തോളമായി. ഇവിടുത്തെ 4 ജനറേറ്ററുകളുടെയും ചാർജ് തിരുമുൽപ്പാടിനായിരുന്നു. അതെ, മക്കളില്ലാത്ത അയാൾക്ക് സ്വന്തം മക്കളെ പോലായിരുന്നു ജനറേറ്ററുകൾ. ഇപ്പൊ മക്കളും ചത്തു, അച്ഛനെയും കൊന്നു. നോ, അതെ, ഇല്ലല്ലോ. പറയാം. ഒരു സീമാരഹു മെമ്പറെ ലൈനിൽ കിട്ടുമെന്ന് ചോദിക്കുന്നു. ഇന്ന് രാത്രി വീട്ടിൽ വരുമോന്ന്. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. മെമ്പറുടെയും ബോർഡിന്റെയും സഹായം ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ. എന്താ സംശയം? തിരുമുൽപ്പാടിന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ സഹായം എന്നും നിങ്ങൾ പോലീസുകാർക്കുണ്ടായിരിക്കും. ഹെൽപ്പ് അസ് ടു ഹെൽപ്പ് യു, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അല്ല, അത് ഞങ്ങൾ പോലീസുകാരുടെ മുദ്രാവാക്യം. സത്യം. കറണ്ട് വന്ന കണ്ടില്ലേ? വരട്ടെ. രാത്രി 9 മണിക്ക് ചെയ്യുവാനും. അവർ നല്ലപോലെ വെള്ളം കുടിപ്പിച്ചല്ലോ. നായിന്റെ മക്കള്. അതിനിടയ്ക്ക് മറ്റവളുടെ ഒരു ഫോണും.
ഉള്ളൂ. ഒത്തിരി ഉള്ളവരായിട്ട് ഓടിക്കുന്നതിനാ എന്നെ വെറുതെ ഓടിക്കരുത്. കേട്ടിരുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാരും തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. പർമ്മത്തേക്ക് കയ്യറോ ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ, രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക് അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. താൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി തരാം. വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? ഈ ഭൂതത്തിൽ ഇവിടെ മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രൻപിള്ള. രുദ്രൻപിള്ള. സോറി, രുദ്രൻപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രൻപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയുമില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അല്ല, KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പറഞ്ഞതാ ഡാനിയൽ MD. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രൻപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രൻപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രൻപിള്ള? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രൻപിള്ള, മിസ്റ്റർ, ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാന അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രൻപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്?
ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് എന്ത് പറ്റി? എന്നെ കൊന്ന് അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ. രംഗുണേ, ഒരു ചായക്കുള്ള വല്ല വകുപ്പുണ്ടോ? എന്താ മേലക്കറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കാണ്. ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ. പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാണ്ട് തുക്കടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോ? ആര്? ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ട? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ. ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിൽ നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പച്ചവർ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങി കൊണ്ട് കൊടുക്കാം. ആ ചേച്ചി ഇവിടെ വന്നോ? ഏത് ചേച്ചി? ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി. ഇവിടെ വന്നില്ല. ഇല്ലേ? നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. അയ്യോ, ഇനി അപ്പുറത്തോ അപ്പുറത്തുള്ള വീടുകളോ മറ്റുണ്ടാവോ? എവിടെയില്ല. നന്നായി. കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ എവിടെ പോയി തപ്പും? എന്തിനാ തപ്പുന്നത്? അവള് തനിക്ക് വല്ലതും തരാനുണ്ട്? എന്തായാലും കൂടെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നത്. ആ കുട്ടീനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ? അതിന് തനിക്കെന്താ ചോദിച്ചോ? അങ്ങനെയായോ? വാ കുട്ടി, നമുക്ക് പോയി ചേച്ചി അന്വേഷിക്കാം. രാമകുട്ടി, രാമ, അടി മേടിക്കാണ്ട് പോടാ. എടാ, തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും, നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്താ മതി. എവിടെ ഇവൻ ആന കുത്തിയാലും എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു. യു ലവ് യു. ഓക്കെ മൗലവി. മുത്തശ്ശന്റെ ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. ഈശ്വര, ഇതെവിടുന്ന ഈ മണം? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ചാ കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. അച്ചേട്ടാ, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12 മുള്ളുണ്ടെങ്കിൽ മുള്ളു. എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ച
ഉറക്കപ്പിച്ചൊന്നും അല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികേച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്തൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? വാ, എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയ. രാമൻ ഇയാളുടെ... ഓ, ഞാനാണ് രാമൻ. അല്ല, ഞാനാ. രാമൻകുട്ടിയേ, മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ ഇവിടെ വന്നിരിക്കുന്നത്? രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യന്റെ ഉറക്കം പോടാ. ഓ, കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമൻ ചോദിച്ചു കിടന്നോ. ഒന്നാം മല കയറി പോകണ്ടേ, അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന് പറയും. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. ബസ്സില്ല. അച്ചു എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് ഒന്നാം മല കയറി പോകണ്ടേ. അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാമൻകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അവന് സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. മോള് വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ. എങ്കിലും സോദര, ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞ? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല, കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന്? മോള് വായിക്കുമോളെ. ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. അയ്യോ, കളഞ്ഞല്ലോ. ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിടിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. നിങ്ങൾ നടന്നു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മാധവി, ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻവിടിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി, മോനെ നീ വന്ന്. ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കതറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുത്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. അതെ, എന്താ ഈ മാടിനെയൊക്കെ അറക്കണ അറവുശാല എവിടെയാ? എന്തിനാ, ഇതിനെ അറക്കാൻ കൊടുക്കാനാണോ? ആ, അങ്ങനെ അറുത്ത് പെട്ടെന്ന് ഇറച്ചിയോടെ വിൽക്കാനൊന്നും പറ്റില്ല. കോർപ്പറേഷൻ സീലൊക്കെ വെക്കണം. കോർപ്പറേഷൻ ഇപ്പോ മാടിനും പശുവിനും സീൽ വെക്കില്ല പണി. പണ്ടാറടങ്ങാൻ തന്നോടല്ല, കോർപ്പറേഷനോടാ. തന്നോടൊക്കെ ചോദിച്ചാ എന്നെ വേണം തല്ലാൻ. അയ്യോ, എന്റെ അരിമ, എന്റെ അമ്മേ. ഞാൻ ശരിയാക്കി തരാടാ. നീയേ താനൊക്കെ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? പാവ എരുമ ചത്തന്നാ തോന്നണേ. അതെങ്ങനാ? ഇയാൾ ആകാശത്ത് നോക്കിയല്ലേ എരുമയെ കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ച് എരുമയുടെ മൂട്ടിക്കൊണ്ടിരിക്കാൻ ലൈസൻസ് എന്തുണ്ടോ ബൈക്കാരന്? സഹോദരൻ, ഞാനൊന്ന് പറയാം. സംസാരിക്കണ്ടെന്ന് പോടോ. ഒന്നും പറയാൻ പാടില്ല. ശരി, ഇതൊരു മിണ്ടാപ്രാണിയാ. ഇതിനെ ഡോക്ടറെ കാണിക്കാൻ എത്ര ചെലവാകും? ആഹാ, എന്നാ ഞാൻ കാര്യം പറയട്ടെ. ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അതെ, ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അല്ലേ, യുവമാര് എന്ത് പ്രശ്നമാണ്? ആ കളി അവിടെ നടക്കട്ടെ.
താൻ എനിക്കൊരു 200 രൂപ തരാണ്ട് തന്നെ വിടുന്ന പ്രശ്നമില്ല. ഓഹോ, ആ താൻ എനിക്കൊരു 200 രൂപ തന്നെ ഇവിടുന്ന പ്രശ്നമില്ല. എങ്ങനെ എനിക്ക് ബൈക്ക് കണക്കാനുള്ള കാശ്. അപ്പൊ എനിക്ക് എന്നെ എൽബി ചികിത്സിക്കണ്ടേ? ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ മൂത്ത ആളാണല്ലോ, ഒരു പോംവഴിയുണ്ട്, ഒരു 200 രൂപ ഇങ്ങ് എടുത്തേ. എടുക്ക്, ഇങ്ങ് എടുക്കപ്പാ. 200 രൂപ എടുത്ത്. 200 രൂപ എനിക്ക് എന്നാ എന്റെ പ്രശ്നം തീരും. ഇപ്പൊ എന്റെ പ്രശ്നം തീർന്നല്ലോ, ഇനി 200 രൂപ നിനക്ക് എന്നാ നിന്റെ പ്രശ്നം തീരും. ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്നല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല ഇത്. ഇപ്പൊ പ്രശ്നം തീർന്നു. ഒന്ന് പറയും ഈ ബൈക്ക് എവിടെ കൊണ്ട്? അപ്പൊ നിങ്ങളാരാ? ഇതെന്റെ ബൈക്കാ. പിന്നെ വേറൊരുത്തൻ ഇതുകൊണ്ടൊന്ന് എരുമ അടിച്ചതോ? ഇതവൻ മോഷിച്ചു വന്നാണെന്നേ, ഞാൻ അവനെ അന്വേഷിച്ചു വന്നതാ. എവിടെയാ അവൻ? അപ്പൊ ബൈക്കിന്റെ ശരിക്കുള്ള ഉടമസ്ഥനാ? അപ്പൊ ബൈക്ക് നിന്റെ അല്ലേ? തന്നെ പുള്ളി എന്റെ വകയിലൊരു ബ്രദറായിട്ട് വരും, കാണണ്ട. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? എരുമ മോഷണമാണ്. എങ്ങനെയൊന്ന് ഊരി തരണം. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഊരി തരാം, പക്ഷെ ഭാവിയിൽ നീ എന്നെ സഹായിക്കണം. ഏറ്റല്ലോ? ഏറ്റു. ഏറ്റോ? ഏറ്റോ? നിർത്ത്. ആരാ ബൈക്കിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ? എന്റെയാണ് ബൈക്ക്, ഞാൻ അരിമയുടെ ഉടമസ്ഥൻ. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു പാവമാണ്. നിങ്ങൾ പറ, നിങ്ങൾക്കറിയാമോ എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താൻ ഇത് വിറ്റിട്ട് വേണം. ആരും ഒന്നും തരണ്ട, ഞാൻ ഇവിടെ കിടന്ന് ചാവും. കരയാതിരിക്കണം ചേട്ടാ. ചേട്ടൻ എത്ര രൂപ ആവശ്യം? എനിക്ക് അതേന്ന് എനിക്ക് ആ 300. ആ കൊടുക്കണ കാശ്. കാശ് കൊടുക്കാൻ അത് മതി. ആണി വന്ന് ആകെ കിട്ടിയത് 300. സത്യം, നീതി, മര്യാദ 150. ആദ്യത്തെ കച്ചവടം. അല്ല, അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. എടാ, അത് ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാഗലോ ഷേവിംഗ് ക്രീമു. അയ്യേ, ഇത് പണി കാണിച്ചേ. ഇത് എവിടെ സെന്റ്? സെന്റാ? ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചിട്ടില്ല, ഒന്നടിച്ചേ. എടബാദൂരി, ഇത് ബോധം കെടുത്തണ മരുന്നാണ്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിലല്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെള്ളി ഉച്ചമയക്കത്തിലാണല്ലേ, ഞാൻ മയക്കിത്തരാം. അയ്യോ, ബോധം കെട്. ഇതടിച്ച ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എന്തിനാ എഴുന്നേറ്റത്? പോയി കിടന്നോളൂ. പരിപൂർണ ഭേദമായിട്ട് പുറത്തിറങ്ങിയാ മതി. ഉണർന്നപ്പോ കണ്ടില്ല, നല്ല വിശപ്പും. ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. എന്തിന്? അല്ല, ഞങ്ങളൊക്കെ കൂടിയാ ഇന്നലെ കൈവച്ചത്. ആണോ? സന്തോഷം. ഒരു സഹജീവി ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല. എന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളൊക്കെ കൈ അയച്ച് സംഭാവന ചെയ്തെന്ന് പ്രൊഫസർ പറഞ്ഞു. ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ മുട്ടയും പാലും എനിക്ക് കുറച്ച് അധികം വേണ്ടി വരും. ബോഡി ആകെ കലങ്ങിരിക്കുക. പോയി കിടന്നോളൂ, ഞാനിപ്പോ വരാം. ഓ, അപ്പോ രോഗിയെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരൂ കേട്ടോ. ഒന്ന് പരിചയപ്പെടും ചെയ്യല്ലോ. ആഹാ, താനിവിടെ കിടന്ന് ചിറ്റി കളിക്കുക. ഇനിയിപ്പോ മുട്ട വാങ്ങി ഓംലെറ്റ് ഉണ്ടാക്കി പാല് തിളപ്പിച്ച് എത്ര നേരം എന്റെ ഈശ്വര. ഒന്ന് പോഷ്ട. സഹോദര. എന്താ സഹോദര? എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐഡിയ ഒക്കെ പിന്നെ താൻ ആദ്യം പറഞ്ഞ പണിയിടൂ. ദയവ് ചെയ്ത് ഇനി താൻ ധർമാശുപത്രിയിലോട്ട് പോ. മുട്ടയും പാലും ഒക്കെ അവിടെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഈ പരിക്കൊക്കെ കാണുമ്പോ തന്നെ അവരെന്തായാലും അഡ്മിറ്റ് ചെയ്യും. അതെന്തായാലും വേണ്ട സഹോദര. അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്താ തിരിച്ചു വരുമ്പോ താൻ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ താൻ ഒരിക്കലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലേ? എവിടെ പോവാൻ? എന്റെ കഥ മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞില്ലടോ. അപ്പൊ എങ്ങനെ ജീവിക്കൂടൂ? താൻ എങ്ങനെ ജീവിക്കുന്നത് അതുപോലെ ഞാനും ജീവിക്കൂടോ.
നേര് പറഞ്ഞ ഈശ്വരൻ എന്നെ തല്ലിയത്. ഇപ്പൊ തല ചായ്ക്കാൻ ഒരു കൂരേ. എടോ ഇതിന് വാടക പോലും കൊടുക്കാൻ വയ്യാതെ നിൽക്കാണ് ഞാൻ. അതൊക്കെ കൊടുക്കാടോ. നേര് പറ, ശരിക്കും തനിക്ക് മാജിക് പിണ്ണാക്കൊക്കെ അറിയോ? ഈ എക്യുപ്മെന്റ്സ് ഒക്കെ പിന്നെ പിച്ചണ്ടാൻ വെച്ചിരിക്കുകയാണോ? എന്നാ നമുക്ക് മാജിക് കളിച്ച് ജീവിക്കടോ. നമുക്കോ? അതെ, താനൊരു 5-6 വിദ്യ എന്നെയും പഠിപ്പിക്കടോ. നടന്ന് പരിപാടി പഠിക്കുന്നവരെ ഞാൻ ഏറ്റെന്ന്. കാരണേ എനിക്ക് നാക്കുണ്ട്, പിന്നെ സ്റ്റേജ്. സ്കൂൾ നാടകത്തിൽ സ്ഥിരം ക്ഷയരോഗിയും കുഷ്ഠരോഗിയൊക്കെ ആയിട്ട് അഭിനയിച്ച് ഒരുപാട് തവണ ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ താൻ പരിപാടി പിടിച്ചു തരുമോ? അക്കാര്യം താൻ എനിക്ക് വിടറോ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. നോക്കാനൊന്നുമില്ല, താൻ വെറുതെ മാജിക് കാണിച്ച് നിന്ന് തന്നാ മതി, ബാക്കി നമ്മൾ കലക്കുന്നു. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ.